ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിക് അമീൻസിനെ കുറിച്ചിട്ടാണ്. ബയോളജിക് അമീൻസ്. അപ്പോൾ എന്താണ് ബയോളജിക് അമീൻസ് എന്ന് പറഞ്ഞാൽ? ദ അമിനോ ആസിഡ് undergo alpha decarboxylation. The amino acid undergo alpha decarboxylation to form corresponding amines. ഇത് എല്ലാ അമിനോ ആസിഡ്സും ഇങ്ങനെ ആൽഫ ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് ബയോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിതിനെ ബയോളജിക് അമീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പി എൽ പി എന്താണ്? പിരിഡോക്സൽ ഫോസ്ഫേറ്റ് ആണ് ഈ റിയാക്ഷൻ്റെ കോഎൻസൈം. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റഡിന് ആൽഫ ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് അമീൻസ് എന്ന് പറയുന്നത് ഹിസ്റ്റമിൻ ആണ്. ദെൻ നെക്സ്റ്റ് തൈറോസിൻ്റേത് തൈറോസിൻ, തൈറാമിൻ. നെക്സ്റ്റ് ട്രിപ്റ്റോഫാൻ, ട്രിപ്റ്റമിൻ. നെക്സ്റ്റ് ലൈസിൻ, കെഡാവറിൻ. നെക്സ്റ്റ് ഗ്ലൂട്ടാമിക് ആസിഡ്, ഗാബ. എന്താണ് ഗാബ? ഗാമ അമിനോ ബ്യൂട്ടാറിക് ആസിഡ്. നെക്സ്റ്റ് സെറിൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. എഥനോളമീൻ. സിസ്റ്റീൻ, ബീറ്റ, മെർക്യാപ്റ്റോ, എഥനോളമീൻ. സെറിനും ട്രിപ്റ്റോഫാൻ 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ആണ് പറയുന്നത് ട്രിപ്റ്റോഫാന്. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്യണം. അപ്പോൾ ഗാബ എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിക് ആസിഡിന്റെ ബയോളജിക് അമീൻസ് ആണ്. അതുപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടക്കുമ്പം ഗാബായും ഡീഅമിനേഷൻ നടക്കുമ്പം ഇതെന്താ നടക്കുന്നത്? ഡീകാർബോക്സിലേഷൻ. ഗ്ലൂട്ടാമിക് ആസിഡിന് ഡീഅമിനേഷൻ നടക്കുമ്പം കറസ്പോണ്ടിങ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആണ്. ഓക്കെ.